I've been thinking about myself today, thinking how I changed, how I really don't care if you are here. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ഈ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് ഫുഡുകളൊക്കെ കഴിക്കൽ കുറവാണ്. വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നത് തന്നെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ കഴിക്കുന്നത് എന്തൊക്കെയാണ്, മന്തി, ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മൊത്തം ഒഴിവാക്കിയേക്കാണ്. അപ്പോൾ ഇന്നൊരു മന്തി കഴിക്കാനായിട്ട് എന്നെ കൊതി പോലെ തോന്നിയപ്പോൾ നൗഫൽ പറഞ്ഞു മദ്ഹൂത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വീട്ടിൽ. അപ്പം ഞാൻ മന്തി ഫാനല്ല, അപ്പം ജസ്റ്റ് ഒരു ഇപ്പോൾ കഴിക്കാൻ പോലെ തോന്നിയപ്പോൾ നൗഫൽ പറഞ്ഞു മദ്ഹൂത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മദ്ഹൂത് ഉണ്ടാക്കുന്നത്, പക്ഷെ മദ്ഹൂത് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സീ. ആദ്യം തന്നെ ചിക്കൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കനൊക്കെ നല്ല ക്ലീനാക്കി വച്ചു. പിന്നെ അതിന് വേണ്ടിയുള്ള മസാല കൂട്ടുകൾക്കൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ വേണം. പിന്നെ വേണ്ടത് നമ്മുടെ ഗ്രാമ്പൂ, കറുകപ്പട്ട അതുപോലത്തെ മസാല ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തക്കാളിയും പിന്നെ സവാളയുടെ പേസ്റ്റും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മുന്തിരിയൊക്കെ പറക്കി തിന്നുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് തോന്നുന്നത്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. ആദ്യം തന്നെ പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുക. അതുപോലെ നമ്മുടെ തക്കാളി, അതുപോലെ സവാള, 2 തക്കാളിയും 1 സവാളയും കൂടി അരച്ച് പേസ്റ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കണമെങ്കിൽ കുക്കറിലായിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് ഇപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന പൊടിയും അതുപോലെ തന്നെ സവാള, തക്കാളി പേസ്റ്റും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇടുക. പിന്നീട് പച്ചമുളക് ഇടുക. നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തൊന്നും ഇടണ്ട, സാധാ പച്ചമുളക് ഒരു 3 അല്ലെങ്കിൽ 2 ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ചിക്കനിൽ മിക്സാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മന്തിയുടെ റൈസ് ഉണ്ടല്ലോ, ആ മന്തിയുടെ റൈസ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ മദ്ഹൂത് റെഡി ആയിട്ടുണ്ടാവും. എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിയത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു. കാണാൻ തന്നെ ഒരു അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ആളപ്പോഴത്തേക്കും കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്കും വിസിലടിക്കണ കേട്ട് അപ്പം തന്നെ ഇറങ്ങി വന്ന് എങ്ങനെയായി എന്ന് നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു മൊത്തത്തിൽ കൊളായി, ഫ്ലോപ്പായി എന്ന് പറഞ്ഞത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചു നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.